നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു വലിയ പ്രഹേളികയെക്കുറിച്ചാണ്, നമ്മുടെ മനസ്സ്. അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ഈ മനസ്സ് ശരിക്കും എവിടെയാ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ ചിന്തകൾ, സന്തോഷം, സങ്കടം, ഓർമ്മകൾ ഇതൊക്കെ വരുന്ന ഈ മനസ്സ് ശരീരത്തിന്റെ ഏത് ഭാഗത്താണിരിക്കുന്നത്? തലയിലാണോ? അതോ പണ്ടൊക്കെ പറയുന്ന പോലെ ഹൃദയത്തിലാണോ? എന്താ തോന്നുന്നത്? ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്നറിയാമോ? ശാസ്ത്രം നമ്മുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും കീറിമുറിച്ച് പരിശോധിച്ചിട്ടും മനസ്സ് എന്നു പേരുള്ള ഒരൊറ്റ അവയവം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതായത് ഇതാണ് മനസ്സെന്ന് പറഞ്ഞ് തൊട്ടുകാണിക്കാൻ ഒരിടമില്ല. അപ്പോൾ പിന്നെ എന്താണിത്? നമ്മൾ രാവും പകലും അനുഭവിക്കുന്ന ഈ മനസ്സ് സത്യത്തിൽ എന്താണ്? എവിടുന്നാ ഇത് വരുന്നത്? ഒരു പിടിയുമില്ല, അല്ലേ? ശരി, ഈ വലിയ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ നമുക്ക് ഭയങ്കര സിമ്പിളായ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു അനുഭവം എടുത്ത് പരിശോധിക്കാം. റെഡിയല്ലേ? ഒന്ന് കണ്ണടച്ച് സങ്കൽപ്പിച്ചു നോക്കിക്കേ. നിങ്ങളുടെ മുന്നിൽ നല്ല ചൂടുള്ള മുരിഞ്ഞ ഒരു മസാല ദോശ ഇരിക്കുന്നു. ആഹാ, ആ രുചി, ആ മണം, ആ ഒരൊറ്റ അനുഭവം മതി നമുക്ക് മനസ്സിന്റെ രഹസ്യം മനസ്സിലാക്കാൻ. അതാണ് നമ്മുടെ താക്കോല്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഡീപ്പായിട്ട് നോക്കാം. നമ്മൾ ആ ദോശയുടെ ഒരു കഷ്ണം വായിൽ വെക്കുന്ന ആ ഒരൊറ്റ നിമിഷം കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ 4 കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്നല്ലേ? ഇതേ നോക്കൂ. ആദ്യം ശ്രദ്ധ, പിന്നെ തിരിച്ചറിവ്, അതിനുശേഷം അനുഭവം, അവസാനം ഒരു പ്രതികരണവും. വാ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് ശ്രദ്ധ. സംഭവം വളരെ സിമ്പിളാണ്. ദോശ നാവിൽ തട്ടുന്നു, അപ്പോൾ തന്നെ തലച്ചോറിലേക്കൊരു സിഗ്നല് പോകും. ഹേയ്, നാവിലെന്തോ കൊണ്ടു, അത്രയേ ഉള്ളൂ. അത് നല്ലതാണോ ചീത്തയാണോ, രുചിയുണ്ടോ ഇല്ലയോന്നൊന്നും ഈ ഘട്ടത്തിൽ അറിയില്ല. ജസ്റ്റ് ഒരു അറിവ്, എന്തോ സംഭവിച്ചു. അടുത്ത സെക്കൻഡിൽ തലച്ചോറ് അതിന്റെ മെമ്മറി ഡേറ്റാബേസ് തുറക്കും. എന്നിട്ട് ഈ പുതിയ സിഗ്നലിനെ പഴയ ഓർമ്മകളുമായിട്ടൊന്ന് ഒത്തുനോക്കും. എന്നിട്ട് പെട്ടെന്ന് തിരിച്ചറിയും, ആഹാ, ഇത് മസാല ദോശയാണല്ലോ, ഇത് പണ്ടും കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റായിരുന്നു. കണ്ടോ? ഈ സ്റ്റെപ്പിലാണ് നമ്മൾ ആ സാധനത്തിന് ഒരു പേരും ഒരു ലേബലും കൊടുക്കുന്നത്. ഇനി വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, അനുഭവം. ആ തിരിച്ചറിവ് കഴിഞ്ഞുടനെ നമ്മുടെ ശരീരം മുഴുവൻ ഒരു ഫീലിംഗ് അങ്ങോട്ട് പടരും. ദോശ ഇഷ്ടമുള്ള സാധനമായതുകൊണ്ട് ഒരു സുഖമുള്ള ഫീലിംഗ്, ഒരു സന്തോഷം ശരീരത്തിൽ മൊത്തത്തിൽ അനുഭവപ്പെടും. ചിലപ്പോൾ വായിൽ വെള്ളം വരും, അല്ലെങ്കിൽ ഒരു പ്രത്യേക എനർജി ഫീൽ ചെയ്യും. ഇത് വെറും ചിന്തയല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിൽ ശരിക്കും നടക്കുന്നൊരു കെമിക്കൽ റിയാക്ഷനാണ്. ആ സുഖമുള്ള അനുഭവം കിട്ടിയല്ലോ, കിട്ടിയ ഉടനെ നമ്മുടെ മനസ്സങ്ങോട്ട് പ്രതികരിക്കാൻ തുടങ്ങും. ഹോ, ഇത് കൊള്ളാലോ, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇനിയും വേണം, അടുത്ത കഷ്ണം കഴിക്കണം. കണ്ടോ? ഈ ഒരു പ്രതികരണമാണ് പിന്നീട് ആഗ്രഹങ്ങളായിട്ട്, ശീലങ്ങളായിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാ കണ്ടത്? ഒന്ന്, നമ്മുടെ ഈ ശരീരം. പിന്നെ അതിനകത്ത് നടക്കുന്ന 4 മാനസിക പ്രോസസ്സുകൾ: ശ്രദ്ധ, തിരിച്ചറിവ്, അനുഭവം, പ്രതികരണം. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്. ഈ 5 കാര്യങ്ങളല്ലാതെ, അതായത് നമ്മുടെ ശരീരവും ഈ പറഞ്ഞ 4 പ്രോസസ്സുകളുമല്ലാതെ വേറിട്ട് നിൽക്കുന്ന 6ാമത് ഒരു മനസ്സ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ആ അനുഭവത്തിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നാലോചിച്ച് നോക്കൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശകലനത്തിലെ ഏറ്റവും വലിയ പോയിന്റ്. മനസ്സെന്ന് പറയുന്നത് എവിടെയോ ഒരിടത്തിരിക്കുന്ന ഒരു അവയവമോ ഒരു സാധനമോ അല്ല. പകരം നമ്മുടെ ശരീരവും ഈ 4 മാനസിക പ്രക്രിയകളും ഒരുമിച്ച് അതിവേഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവത്തിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് മനസ്സ്. ഈ 5 കാര്യങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനസ്സ് ഒരു സ്ഥലമല്ല, അതൊരു പ്രക്രിയയാണ്. ഓക്കെ, ഇതൊക്കെ കൊള്ളാം. പക്ഷേ ഇതറിഞ്ഞിട്ട് നമുക്കെന്താ ഗുണം? ഒറ്റവാക്കിൽ പറയാം, ശീലങ്ങൾ, നമ്മുടെ നല്ല ശീലങ്ങളും ചീത്ത ശീലങ്ങളുമെല്ലാം ഉണ്ടാകുന്നത് ഇതേ പ്രോസസ്സ് വഴിയാണ്. അതെങ്ങനെയാണെന്നല്ലേ? നോക്കിക്കേ. ആദ്യം ഒരു സൂചന വരും, ചിലപ്പോ ദോശയുടെ മണം. ഉടനെ നമ്മുടെ തലച്ചോറിനെ ആ പഴയ സുഖം ഓർമ്മ വരും. വീണ്ടും അത് വേണമെന്ന് തോന്നും. അതാണ് ആഗ്രഹം. ആ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ പോയി ദോശ വാങ്ങിക്കഴിക്കും. അതാണ് നമ്മുടെ ശീലം. കഴിച്ചു കഴിയുമ്പോൾ എന്ത് കിട്ടും? ആ സുഖമുള്ള അനുഭവം വീണ്ടും കിട്ടും. അതാണ് പ്രതിഫലം. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ ആവർത്തിച്ചാണ് അതൊരു കട്ടശീലമായിട്ട് മാറുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. നമുക്കൊരു ശീലം മാറ്റണമെങ്കിൽ ഈ സൈക്കിള് എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ചെയ്യണം. എവിടെ വെച്ചാണ് നമുക്കത് ചെയ്യാൻ പറ്റുക? ആ 4ാമത്തെ സ്റ്റെപ്പിൽ തന്നെ, പ്രതികരണത്തിൽ. നമുക്ക് ആഗ്രഹം തോന്നുമ്പോൾ, അതായത് 3ാമത്തെ സ്റ്റെപ്പായ ആ അനുഭവം ശരീരം വീണ്ടും ചോദിക്കുമ്പോൾ, 4ാമത്തെ സ്റ്റെപ്പായ പ്രതികരണത്തിലേക്ക് എടുത്ത് ചാടാതെ അതിനെ വെറുതെ മാറി നിന്നൊന്ന് നോക്കിക്കാണുക. ആ തോന്നൽ ശരീരത്തിൽ വരുന്നത് കാണുക, അത് കുറച്ചുനേരം അവിടെ നിൽക്കുന്നത് കാണുക, പിന്നെ അത് വന്നതുപോലെ തന്നെ തനിയെ പോകുന്നത് കാണുക. പ്രതികരിക്കാതിരിക്കുക. അപ്പോൾ അവസാനം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മനസ്സെന്നത് ഒരു വസ്തുവല്ല, മറിച്ചൊരു പ്രക്രിയയാണെന്ന ഈ ചെറിയൊരറിവ്
അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ശീലം മാറ്റിയെടുക്കാൻ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.